ഇമാം ബുഖാരിയും മുസ്ലിമും ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് സനദിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണോ അതോ ആ ഹദീസിലുള്ള ആശയം കൂടി പരിഗണിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാവുന്നു. എനിക്കുള്ള സംശയം, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകനെ സിഹ്ർ ബാധയേറ്റു എന്ന് പറയുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആൻ അതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആശയവുമായി എങ്ങനെ അത് യോജിക്കും എന്നറിയുവാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിലെ ഏതായത്താണ് അതിനെതിരെ അത് പറയണം. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇമാം ബുഖാരി കൊണ്ടുവന്ന ഹദീസ്, ഒന്നിലധികം തവണ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആ ഹദീസ് ഇമാം ബുഖാരി കൊണ്ടുവന്നത് സ്വഹീഹാണോ? സ്വഹീഹാണ്. സനദ് കൊണ്ടും ദിറായത്ത് കൊണ്ടും സ്വഹീഹാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരമ്പര കൊണ്ടും അതിൻ്റെ ആശയം കൊണ്ടും സ്വഹീഹാണ്. ആ സ്വഹീഹായ ഹദീസ് ഖുർആനിനെതിരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഖുർആനെതിരായാൽ പിന്നെ അത് സ്വീകരിക്കാൻ പറ്റില്ല. ഇവിടെ ചോദിക്കാനുള്ളത്, ഖുർആനിലെ ഏത് ആയത്തിനാണ് അതെതിരെ? ഖുർആനിലെ ഏത് ആയത്തിനാണ് ഹദീസ് എതിരെ? മൈക്കോട് പറയട്ടെ. ഇത് യഖൂലൂന ളാലിമൂന ഇൻ തത്തബിയു ഇല്ലാ റജുലും മസ്ഹൂറ. ഇത് ഖുറൈശികളുടെ ആരോപണമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ മാത്രമല്ല മൂസാ നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി, ശുഹൈബ് നബി അലൈഹിസ്സലാം തുടങ്ങിയവർക്കെതിരെയും ഈ ആരോപണം ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നു. കൂടാതെ വിശുദ്ധ ഖുർആനിൽ ഖുറൈശികളുടെ ആരോപണത്തെ ഗണ്ണിച്ചുകൊണ്ട് മജ്നൂനാണ് എന്ന് പറയുമ്പോൾ, അതായത് ഭ്രാന്തനാണ് എന്ന് ഖുറൈശികൾ ആരോപിക്കുമ്പോൾ അള്ളാഹു അല്ല എന്ന് പറയുന്നു. കവി ഷായിറാണ് എന്ന് ഖുറൈശികൾ ആരോപിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നു. അതുപോലെ കാഹിൻ ജ്യോത്സ്യനാണ് എന്ന് ആരോപിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നു. സാഹിറാണ് എന്ന് ആരോപിക്കുമ്പോൾ അല്ല എന്ന് പറയുന്നു. മസ്ഹൂറാണ് എന്ന് ആരോപിക്കുമ്പോൾ അല്ല എന്നും അത് ഖുറൈശികളുടെ ആരോപണമാണെന്ന് പറയുമ്പോൾ മസ്ഹൂറാണ് എന്ന് ഞങ്ങൾക്ക് വാദമുണ്ട് എന്ന് ഒരു മുസ്ലിമിന് പറയാൻ കഴിയുമോ? അതാണിപ്പോൾ ആയത്ത്. അപ്പോൾ ഖുറൈശികൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് നബിക്കുണ്ടായിക്കൂടാ. ഖുറൈശികൾ എന്തെങ്കിലും ഒന്ന് നബിയെക്കുറിച്ച് പറഞ്ഞാൽ അത് നബിയിലുണ്ടായിക്കൂടാ. ഇതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൻ്റെ ആശയം. അതാണല്ലോ. സാഹിർ എന്ന് അവർ പറഞ്ഞു, നബി സാഹിറല്ല, നബി സാഹിറായിട്ടില്ല. അതുപോലെ തന്നെ കാഹിൻ എന്നവർ പറഞ്ഞു, പക്ഷേ ഖുർആൻ എതിർത്തു, കാഹിനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഹിനല്ല. അതുപോലെ ഷായിറാണ് എന്ന് ഖുറൈശികൾ പറഞ്ഞു. അല്ല പറഞ്ഞു ലാ യംബഗി, ഒരിക്കലും അല്ലാഹുവിന് യോജിച്ചതല്ല. അല്ലംനാഹു ഷഅർ, അദ്ദേഹത്തിനെ കവിത പഠിപ്പിക്കുക എന്നത്. അദ്ദേഹം കവിയല്ല. വലാ ബിഖൗലി കാഹിൻ, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലാ ബിഖൗലി കാഹിൻ എന്ന് പറഞ്ഞതുപോലെ ഷായിറല്ല എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഖുറൈശികൾ എന്തെങ്കിലും നബിയെക്കുറിച്ച് പറഞ്ഞാൽ അത് നബിയിൽ ഉണ്ടായിക്കൂടാ എന്നാണോ? അല്ല. അല്ല എന്നൊരു തെളിവെന്താ? നിങ്ങൾ ഓതിയ ആയത്ത് തന്നെ, നിങ്ങൾ ഓതിയ ആയത്തിന്റെ മുമ്പത്തെ ആയത്ത് തന്നെ, ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്ന് ഓതിയ ആയത്തിന് മുമ്പ് തന്നെ എന്താണ്? വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ ഓതി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. വഖാലു മാ ലിഹാദർ റസൂലി യഅകുലു തഅമ വയംശി ഫിൽ അസ്വാഖി ലൗലാ ഉൻസില ഇലൈഹി മലകുൻ ഫയകൂന മഅഹു നദീറാ ഔ യുൽഖാ ഇലൈഹി കൻസുൻ ഔ തകൂനു ലഹു ജന്നത്തുൻ യഅകുലു മിൻഹാ വഖാല അൽ-ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ ഉൻദുർ കൈഫ ളറബൂ ലകൽ അംതാല ഫളല്ലു ഫലാ യസ്തതിഊന സബീലാ. ഈ ആയത്ത് തന്നെയാണ് ഖുറൈശികൾ എന്തെങ്കിലും നബിയെക്കുറിച്ച് പറഞ്ഞാൽ നബിയിൽ അത് ഉണ്ടായിക്കൂടാ എന്നില്ല എന്നതിൻ്റെ തെളിവ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുറൈശികൾ പറഞ്ഞ ആരോപണമാണ്. വഖാലു, അവർ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? മാലി ഹാദർ റസൂൽ, ഇതെന്ത് നബിയാണ്, ഇതെന്ത് പ്രവാചകനാണ്? യഅകുലു തഅമ വയംശി ഫിൽ അസ്വാഖ്, ഈ നബി ഭക്ഷണം കഴിക്കുന്നു എന്നാ. അപ്പോൾ ഖുറൈശി പറഞ്ഞെന്താ? നബിമാർ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഈ നബി എന്ത് നബിയാ? യഅകുലു തഅം, ഭക്ഷണം കഴിക്കുന്നു. നമ്മളും ഭക്ഷണം കഴിക്കണില്ലേ? ദാ ഈ നബി എന്ന് പറയുന്ന ആളും ഭക്ഷണം കഴിക്കുകയാണ്. വയംശി ഫിൽ അസ്വാഖ്, നമ്മളിതാ കച്ചവടം നടത്തുകയാണ് ചന്തയിൽ വന്നിട്ട്. ദാ ഈ പ്രവാചകനും കച്ചവടം നടത്തുകയാണ്. അപ്പോൾ അതും ആരോപണം പറയാണ്. ഇതൊന്നും നബിക്കുണ്ടായിക്കൂടാ? നബി ഭക്ഷണം കഴിച്ചുകൂടാ? നബിക്ക് ചന്തയിൽ കയറിക്കൂടാ എന്ന് ചോദിക്കാണ്. ലൗലാ ഉൻസില ഇലൈഹി മലകുൻ ഫയകൂന മഅഹു നദീറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി പറഞ്ഞു വിടേണ്ടതൊരു മലക്കിനെയായിരുന്നല്ലോ.
ആ മലക്കിനെ കൂടി ഈ മനുഷ്യനോടൊപ്പം പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഈ വ്യക്തിയോടൊപ്പം ആ മലക്ക് ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ, എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിയോഗിച്ചു കൊടുത്തില്ല? ഫയകൂനു മഅഹു നദീറാ, ഈ വ്യക്തിയോടൊപ്പം താക്കീത് ചെയ്യാൻ ഒരു താക്കീതുകാരനെ മലക്കിനെ കൂടി വിട്ടിരുന്നെങ്കിൽ സൗകര്യമായിരുന്നല്ലോ. അപ്പോ മുശ്രിക്കുകൾ പറയും നബിയുടെ കൂടെ ആര് വേണം? മലക്ക് വേണം. അങ്ങനെ വേണോ? അത് വേണ്ട. അതിന്റെ അർത്ഥം ആദ്യം നബി ഭക്ഷണം കഴിച്ചുകൂടാ, അതുപോലെ തന്നെ നബി ചന്തയിൽ പോയിക്കൂടാന്നാ ആണോ? അല്ല. അപ്പൊ ഖുറൈശികൾ പല ആരോപണങ്ങൾ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ട്, കുടുംബജീവിതം നയിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് നബിയായിക്കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്, നബിയാകണമെങ്കിൽ മലക്കാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് നബിക്ക് ഭൂഷണമല്ല, അത് ഖുർആൻ വേറെ തന്നെ പറഞ്ഞു. കാഹിനായിക്കൂടാ, ഷായറായിക്കൂടാ, സാഹിറായിക്കൂടാ, ഇതൊക്കെ നബി അള്ളാഹു വേറെ പറഞ്ഞു. എന്നാലോ അതുപോലെ അക്രമികൾ പറഞ്ഞ ഒന്നാണെന്ത്? അക്രമികളായ ആളുകൾ പറയുകയും ചെയ്യുന്നു, ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ, മസ്ഹൂറായ സിഹ്ർ ബാധിതനായ ഒരു വ്യക്തിയല്ലാതെ അവർ പിന്തുടരുന്നില്ല. മാന്യ സഹോദരങ്ങളെ, ഈ ആയത്ത് എവിടെ അവതരിച്ചതാ? ഫുർഖാനിലെ ഈ ആയത്ത് എവിടെ അവതരിച്ചതാ? മക്കത്ത് അവതരിച്ചതാ. ലബീദ് ഇബ്നു ആസം എന്ന് പറയുന്ന ജൂതൻ നബിക്ക് സിഹ്ർ ചെയ്ത് എവിടെ വെച്ചാ? മദീനത്ത് വെച്ചിട്ടാ. അപ്പൊ ആർത്ഥത്തിലാണോ മക്കയിലെ ആൾക്കാർ ഈ പറയുന്നത്? അല്ല. അതാണ് ഒരു ഖുർആനിലെ ആയത്ത് എനിക്കോട് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കരുതെന്ന് പറയുന്നത്. ഒരു ഹദീസ് കണ്ടാൽ അത് ബുഖാരി ഇമാമിന് മനസ്സിലാകാത്തതുകൊണ്ട്, ഖുർആൻ ഓതാത്തതുകൊണ്ട് ബുഖാരി ഇമാം എടുത്തു കൊടുത്തതാണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മളെക്കാളും വിവരമുള്ള ആളാണ് ഈ ഇമാം ബുഖാരി, എന്തെങ്കിലും നന്ദി ചുരുക്കിയത് മനസ്സിലാക്കണം. മാത്രമല്ല, ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടെന്ത് എന്ന് മനസ്സിലാക്കണം. ഏതായാലും അതിലേക്ക് ഞാൻ വരാം. അപ്പൊ പിന്നെ നബി മസ്ഹൂറാണ് എന്ന് പറഞ്ഞില്ലേ ആര്? ഖുറൈശികൾ. അത് ഏതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ട്. ലോകത്ത് വന്ന നബിമാരെ കുറിച്ചെല്ലാം ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം മസ്ഹൂറാണ്. കാര്യം അവര് വേദം ഓതി കൊടുക്കുമ്പോൾ ആളുകൾ കേൾക്കാത്തത് പറയുകയാണല്ലോ. അപ്പോൾ ആളുകൾ പറയും ഇദ്ദേഹം ആരാ? സിഹ്ർ ബാധിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, അയാൾക്ക് ഭ്രാന്താണ്, സിഹ്റാണ് എന്നൊക്കെ ആളുകൾ പരാതി പറയും. ആ സിഹ്ർ ഏതിനെ കുറിച്ചാ? അല്ലെങ്കിൽ അവർ പറഞ്ഞ മസ്ഹൂർ എന്ന് പറഞ്ഞ നബി ഓതി കൊടുക്കുന്ന ഖുർആൻ അത് സിഹ്റിന്റെ ഭാഗമായിട്ടാണെന്നാണ് അവർ വിശദീകരിക്കുന്നത്. മുഹമ്മദ് എന്തോ ഖുർആൻ എന്നൊക്കെ പറഞ്ഞ് ഓതുന്നുണ്ട്, അത് മസ്ഹൂറായിട്ട് ഓതുകയാണെന്നാ ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മറിച്ച് നോക്കിയോ, സൂറത്ത് മുദ്ദസിർ 18 മുതൽ 24 വരെയുള്ള ആയത്തുകൾ എന്താ അവിടെ പറയുന്നത്? വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന അറിയപ്പെട്ട ഒരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു പണ്ട്. അറിയപ്പെട്ട സാഹിത്യകാരൻ മക്കത്തുണ്ടായിരുന്നു. വലീദ് ബിൻ മുഗീറ എന്നാണ് പേര്. ആ വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന ആളെ വിളിച്ചോണ്ട് വന്നു ഖുറൈശികൾ. മുഹമ്മദ് പറയുന്നത് ഇത് അയാളുടെ സ്വയം വാക്കാണോ അല്ല ഇത് ദൈവം അവതരിപ്പിച്ചു കൊടുക്കണമെന്നാ പറയുന്നത്, അതല്ല ദൈവികമാണോ എന്ന് പരിശോധിക്കും, നിങ്ങൾ വലിയ സാഹിത്യകാരനല്ലേ, ഒന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് വലീദ് ബിൻ മുഗീറയെ വിളിച്ചോണ്ട് വന്നു. വലീദ് ബിൻ മുഗീറ അത് കേട്ടു, അയാൾക്ക് മനസ്സിലായി ഇത് അള്ളാന്റെ കലാമാണെന്ന്. പക്ഷെ ആളുകളെ നോക്കുമ്പോൾ ആളുകളൊക്കെ എന്താണ് മുഹമ്മദ് നബിക്ക് എതിരാ നിൽക്കണത്. അപ്പൊ ഇയാൾ എന്തെടുത്തറിയോ? ഇയാൾ പതുക്കെ അടവ് മാറ്റി, ഇയാൾക്ക് ബോധ്യപ്പെട്ടല്ല അയാൾ പറയുന്നത്. നേരെ മറിച്ച് അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر ثم عبس وبصر ثم أدبر واستكبر فقال إن هذا إلا سحر يؤثر. എന്താ പറയുന്നത്? വലീദ് ബിൻ മുഗീറ എന്താ പറയുക? അയാളൊന്ന് ചിന്തിച്ചു, എവിടെ കണക്കൂട്ടി, എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി, ആളുകളെയൊക്കെ ഒന്ന് നോക്കി, ഭൂരിപക്ഷം എവിടെ നിന്നൊക്കെ നോക്കി. അങ്ങനെ വീണ്ടും അയാൾ കണക്ക് കൂട്ടി. തുമ്മ നദറ, പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. തുമ്മ ബസ, പിന്നെ ഒന്ന് നെറ്റി ചുളിച്ചു. അങ്ങനെ മൂപ്പരൊക്കെ ഒന്ന് ഭാവമൊക്കെ ശരിയാക്കിയിട്ട് ഒന്ന് തിരിഞ്ഞ് കിബർ നടിച്ച് അഹങ്കാരത്തോടെ പറഞ്ഞു ഇൻഹാദാ ഇല്ലാ സിഹ്റു യുഅ്സർ. ഇൻഹാദാ ഇതല്ല, ഇല്ലാ സിഹ്റു യുഅ്സർ, കെട്ടി ഉണ്ടാക്കപ്പെട്ട സിഹിറല്ലാതെ അല്ല. ഏതാണ് ആ സിഹിർ? നിങ്ങൾക്ക് മനസ്സിലായോ? ഈ വലീദ് ബിൻ മുഗീറ പറഞ്ഞ ഇൻഹാദാ ഇല്ലാ സിഹ്റു യുഅ്സർ എന്ന് പറഞ്ഞ സിഹിർ ഏതാ? ഈ മുഹമ്മദ് പറയുന്ന ഖുർആൻ യഥാർത്ഥത്തിൽ എന്താണ്? സിഹിറാണെന്നാ. മനസ്സിലായോ? അവൻ മസ്ഹൂർ എന്ന് ഖുറൈശികൾ പറഞ്ഞ ഏതാ? പിന്നെ മദീനത്ത് നിന്ന് ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന മനുഷ്യൻ ജൂതൻ നബിക്ക് സിഹിറിനെ പറ്റിയല്ല. ഇനി ലോകത്ത് കടന്നു വന്ന മൂസാ നബിയെ കുറിച്ച് ഇത് പറഞ്ഞു ഖുർആൻ പറയാ വലഖദ് ആതൈനാ മൂസാ 9 ആയാതിൻ ബയ്യിനാത് ഫസ്അൽ ബനി ഇസ്രായീല ഇദ് ജാഅഹും ഫഖാല ലഹു ഫിർഔനു ഇന്നി ലഅظുന്നുക യാ മൂസാ മസ്ഹൂറാ.
മൂസാ നബിയോട് ഫിറോൻ പറയാം, മൂസ നീ മസൂറാണെന്ന്. മനസ്സിലായോ? അത് ഏത് മസൂറ? ആരെങ്കിലും സീർ ചെയ്ത മസൂറ ആണോ? അല്ല. മൂസാ നബി പറയുന്ന തൗറാത്ത് അതെന്താണ്? മസ്ഹൂറാണെന്നാണ്. അത് ശരിയല്ല. അതാണ് ആയത്തിൽ പറഞ്ഞത് മുഴുവനും. ഇനി അങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് ആയത്തുണ്ട്. എല്ലാം കൂടെ ഓതാൻ ഇവിടെ സമയമില്ല. ഞാനിപ്പോൾ ഓതി പറഞ്ഞാൽ പറയും 35 മിനിറ്റായി 45 മിനിറ്റായി എന്നൊക്കെ പറയും. ഞാൻ ഓതാൻ സമയമില്ലാത്തതുകൊണ്ട് ഓതണില്ല. പറഞ്ഞാൽ പടപടാന്ന് ഇങ്ങനെ ഓതിത്തരാം. മറിച്ച് നോക്കിയോ, സൂറത്തുൻ നംൽ 9 മുതൽ 13 വരെയുള്ള ആയത്ത്, സൂറത്തുൽ ഖസസ് 36-ാമത്തെ ആയത്ത്, സൂറത്തു മാഇദ 110-ാമത്തെ ആയത്ത്, അവിടെ നിന്ന് അങ്ങോട്ട് സൂറത്ത് ഹൂദ് 7-ാമത്തെ ആയത്ത്, അവിടെ നിന്ന് പോയ സൂറത്ത് അന്നാം 7-ാമത്തെ ആയത്ത്, സബ 43-ാമത്തെ ആയത്ത്, സാഫാത്ത് 12 മുതൽ 16 വരെയുള്ള ആയത്ത്, സഫ് 6-ാമത്തെ ആയത്ത്. ഇതൊക്കെ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പോ ഇതൊന്നും പഠിക്കാത്ത ആളല്ല ഇമാം ബുഖാരി. ഇനി ഈ ആയത്ത് കൊണ്ടൊന്നും ബുഖാരിയിലെ ഹദീസ് തെറ്റാണ് എന്ന് തെളിയിക്കാൻ വിവരമുള്ള, അറിവുള്ള, അതിനെപ്പറ്റി അറിയുന്ന ഒരാളും പറയില്ല. നേരെ മറിച്ചത് പറഞ്ഞതാരാ? അത് പറഞ്ഞത് ലോകത്ത് കഴിഞ്ഞു പോയ മുത്തക്കല്ലിമീങ്ങളായ ആളുകൾ. ആ മുത്തക്കല്ലിമീങ്ങളായ ആളുകൾ, അതുപോലെ തന്നെ മുഅ്തസിലിയാക്കളായ ആളുകൾ, അവരെ പോലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഖുർആൻ വിരുദ്ധമാണെന്നും അത് സ്വീകരിക്കാൻ പാടില്ല എന്നുമൊക്കെയുള്ള വിവരദോഷങ്ങൾ, അറിവുകേടുകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ചില മടവൂരികളും ചില ചേകന്നൂരികളും ഒക്കെ അത് പ്രചരിപ്പിച്ചിടക്കുന്നുണ്ട്. ഇത് ഖുർആനെതിരാണെന്ന് പറഞ്ഞിട്ട് ഈ ഖുർആനും പഠിച്ചില്ല, ഒരു ഹദീസും പഠിച്ചിട്ടില്ല. എന്നാൽ ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാട് കേട്ടോളൂ. സാബിത്തുൻ ഇൻദ അഹ്ലിൽ ഇൽമി ബിൽ ഹദീസ്. ഹദീസിനെ കുറിച്ചറിയുന്ന, ഹദീസിന്റെ സനദും ഹദീസിന്റെ മത്തിനും അറിയുന്ന, അതിനെപ്പറ്റി വിവരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് അവരുടെ അടുക്കൽ സ്ഥിരപ്പെട്ടതാണ്. ലാ യഖ്തലിഫൂന ഫീ സിഹ്ഹതി. ഒരിക്കലും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതിന്റെ സിഹത്തിൽ, ഈ ഹദീസിന്റെ സ്വീകാര്യതയിൽ, അഥവാ ലബീദ് ബിൻ ആസം എന്ന ജൂതൻ നബിക്ക് സിഹർ ചെയ്തു എന്ന് പറയുന്ന ഈ ഹദീസിന്റെ സ്വീകാര്യതയിൽ ഒരഭിപ്രായ വ്യത്യാസവുമില്ല. വഖദ് ഇത്തഫഖ അസ്ഹാബു സ്വഹീഹൈൻ അലാ തസ്ഹീഹിഹി. ഈ ഹദീസ് സ്വഹീഹാണെന്ന കാര്യത്തിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഏകോപിച്ചിട്ടുണ്ട്. വലം യതകല്ലം ഫീഹി അഹദുൻ മിൻ അഹ്ലിൽ ഹദീസ് ബികലിമത്തിൻ വാഹിദ. ഹദീസുകളെ സംബന്ധിച്ചറിയുന്ന ഒരാളും ഒരക്ഷരം പോലും ഈ ഹദീസിനെതിരെ സംസാരിച്ചിട്ടില്ല. വൽ ഖിസ്സത്തു മശ്ഹൂറ. ലബീദ് ബിൻ ആസം എന്ന് പറയുന്ന ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്തു എന്ന ഈ സംഭവം അത് പ്രസിദ്ധമായതാണ്. ഇൻദ അഹ്ലി തഫ്സീർ. ലോകത്തിൽ വിശുദ്ധ ഖുർആൻ തഫ്സീർ